ഹായ് ഫ്രണ്ട്സ്, പോക്കറ്റ് മണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു സൈറ്റാണ്. അപ്പോൾ ഒരുപാട് പേര് വർക്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ ഹയസ്റ്റ് എമൗണ്ട് ഏൺ ചെയ്യുന്ന ഒരു സൈറ്റാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളായിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നോക്കുന്നവർക്ക് പറ്റിയൊരു സൈറ്റാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വിദ്യാഭ്യാസ യോഗ്യതയോ ഏജ് ലിമിറ്റ്സോ ഒന്നുമില്ല. ഈ വീഡിയോ കാണുന്ന ഏതൊരാൾക്കും ഈ ഒരു സൈറ്റിൽ വർക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്താൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വർക്ക് അവൈലബിൾ ആണ്. അൺലിമിറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു സൈറ്റാണ്. നിങ്ങൾക്ക് ഏത് വർക്കാണോ ചെയ്യാൻ താല്പര്യം അതനുസരിച്ച് നിങ്ങൾക്ക് വർക്ക് സെലക്ട് ചെയ്തിട്ട് ഇതിനകത്ത് വർക്ക് ചെയ്യാം. അപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എമൗണ്ട് കിട്ടുന്ന ഒരു സൈറ്റും കൂടാണ്. പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ യാതൊരു ഇഷ്യൂസും ഇല്ല. അതുപോലെ തന്നെ വിശ്വസിച്ച് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ ഒരു സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് മുതൽ പേയ്മെൻറ്റ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വരെ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു സൈറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ മതി. കണ്ട് മനസ്സിലാക്കാതെ പെട്ടെന്ന് ചാടിക്കയറി ചെയ്യേണ്ട. അപ്പോൾ സിമ്പിളായിട്ടുള്ള വർക്കാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സൈറ്റിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു കമൻറ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ നേരിട്ട് സൈറ്റിലേക്കായിരിക്കും പോകുന്നത്. അവിടെ നിങ്ങൾക്ക് അവിടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നിമിഷം മുതൽ നിങ്ങൾക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തേക്കുക. പിന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നോട്ടിഫിക്കേഷനും കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ കുറേ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സമയമുണ്ടെങ്കിൽ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ജോബ്സൊക്കെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് ഏൺ ചെയ്യാനായിട്ട് തുടങ്ങാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ബോക്സിൽ കൊടുത്തേക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ വരും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ട സൈനപ്പാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഇമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ ഒരു പാസ്വേഡും കൊടുക്കുക. പാസ്വേഡ് എന്ന് പറയുമ്പോൾ പുതിയ പാസ്വേഡാണ് കൊടുക്കേണ്ടത്. പിന്നെ ഐ ആം നോട്ട് റോബോട്ട് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ സൈനപ്പ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയി വരും. പിന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. ആ കാര്യങ്ങളും കൂടെ കൊടുക്കുക. പിന്നെ ഇവിടുത്തെ ഇൻ്റർഫേസ് താഴോട്ട് നോക്കുമ്പോൾ ഇതിനകത്ത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഡെയിലി ബോണസ് ഉണ്ട്, സ്റ്റാർട്ട് ഏർണിങ് ഇൻസ്റ്റൻ്റ്ലി. അപ്പോൾ നമുക്ക് ഇതിനകത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഇതിനകത്തൊന്ന് വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഏൺ ചെയ്യാനും പറ്റുമെന്നാണ് ഇവരിവിടെ പറയുന്നത്. അതുപോലെ തന്നെ റെഫർ ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനകത്തൊന്ന് ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ എന്നുള്ളത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, വീക്കിലി എല്ലാ ആഴ്ചയിലും ഇവർ നമുക്ക് നമ്മുടെ പേയ്മെൻറ്റ് കറക്റ്റായിട്ട് പേ ഔട്ട് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഏത് പേയ്മെൻറ്റ് മെത്തേഡാണോ വേണ്ടത് ആ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ പേയ്മെൻ്റ് ആണ്. എല്ലാ ആഴ്ചയിലും നമ്മൾക്ക് ആ ഒരു എമൗണ്ട് ആകുന്നതിനനുസരിച്ചിട്ട് അവർ പേയ്മെൻറ്റ് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ഈ ഒരു ഭാഗത്തുനിന്നും നിങ്ങൾ സൈനപ്പ് കാര്യങ്ങളെല്ലാം ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അപ്പം തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സൈറ്റിൻ്റെ പേര് ടൈം ബക്സ് എന്നാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇന്ത്യയിലും അതുപോലെ തന്നെ ഇപ്പോൾ വിദേശത്തൊക്കെ ഉള്ള ഒരുപാട് ആളുകൾ വർക്ക് ചെയ്ത് നല്ല ഏണിങ്സ് എടുക്കുന്നൊരു സൈറ്റാണ് ഈ ഒരു ടൈം ബക്സ്. ഇതുവരെ യാതൊരു പേയ്മെൻറ്റ് ഇഷ്യൂസും വരാത്തൊരു ട്രസ്റ്റബിൾ ആയിട്ടുള്ള സൈറ്റാണ്. നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% ഇതിനകത്തുനിന്ന് പേയ്മെൻറ്റ് കിട്ടിയിരിക്കും. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ പ്രൊഫൈലൊന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു അക്കൗണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു സൈറ്റാണിത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഞാൻ ഈ ഒരു ഭാഗത്ത് വാലറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗത്ത് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എമൗണ്ട് കാണിക്കുന്നുണ്ട്. $4.415 ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു എമൗണ്ട് ഈ ഒരു സൈറ്റിൽ. പിന്നെ താഴോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതൊക്കെ റീസെൻ്റ്ലി ഓരോരുത്തർക്ക് കിട്ടിയ ഏണിങ്സ് ആണ് കേട്ടോ. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഒരുപാട് ആളുകൾ വർക്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ ഏൺ ചെയ്യുന്നൊരു സൈറ്റാണിത്. ഇപ്പോൾ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിലൊന്നും ഒരു പ്രശ്നമില്ല. അപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണാം ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ഓരോരുത്തരും ഇതിനകത്തോട്ട് വർക്ക് ചെയ്യുന്നത്.
അപ്പോൾ ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ അതെ ഈ കാണുന്നതും ഇതിനകത്തുനിന്ന് ഏൺ ചെയ്തവരുടെയാണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഫസ്റ്റ് കിടക്കുന്നത് ഇന്ത്യക്കാരാണ്. കണ്ടോ, ഫസ്റ്റ് സെക്കൻഡ് തേർഡും ഒക്കെ ഫിഫ്ത്തും സിക്സ്ത്തും ഒക്കെ വന്നേക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. മിക്കവാറും ഇന്ത്യയിലൊക്കെ ഉള്ളവർ തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഏൺ ചെയ്യുന്നത് കേട്ടോ, ഒരാഴ്ചയിലൊക്കെ. അപ്പോൾ ആ ഒരു ഇതൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു 3 ബാർ കാണും, ഗ്രീൻ കളറും. അതിനകത്താണ് നമ്മളുടെ വർക്കും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആവുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ ഇവിടെ എല്ലാ കാര്യങ്ങളും, ഈ ഒരു സൈറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ ഒരു ഭാഗത്താണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഏൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഈ ഏണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജോബ് അവൈലബിൾ ആവുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 5 ഓപ്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു 5 രീതിയിലാണ് നമുക്ക് ഇതിനകത്ത് ഏൺ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആദ്യം തന്നെ സർവേ എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്, കണ്ടൻറ് ഉണ്ട്, ടാസ്കുകളുണ്ട്, റെഫറുണ്ട്, ഓഫർ വാൾസ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സർവേയിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ സർവേയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കുറേ കമ്പനീസ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു സൈഡിലായിട്ട് അത് എത്ര മിനിറ്റ് കൊണ്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് ഇവിടെ എത്ര മിനിറ്റ് കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ റേറ്റും പറയുന്നുണ്ട്. നമുക്ക് എത്ര രൂപ വെച്ച് കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഓരോ സർവേ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സർവേ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഓരോ സർവേ, ഇപ്പോൾ ഒരു 10 മിനിറ്റിൻ്റെ സർവേ ആണെങ്കിൽ നിങ്ങൾ 10 മിനിറ്റ് തന്നെ എടുത്ത് ചെയ്യണം. 5 മിനിറ്റിൻ്റെ സർവേ ആണെങ്കിൽ 5 മിനിറ്റ് തന്നെ ചെയ്യണം. 10 മിനിറ്റിൻ്റെ സർവേ 5 മിനിറ്റ് കൊണ്ട് തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പറയുന്ന ആ ഒരു എമൗണ്ട് ചിലപ്പോൾ അവർ തരത്തില്ല. കാരണം അത് നമ്മുടെ സർവേ ഡിസ്ക്വാളിഫൈ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് പറഞ്ഞേക്കുന്ന സമയം അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യണം. അത് ഏതൊരു സൈറ്റിലാണെങ്കിലും ഏതൊരു ആപ്പിലാണെങ്കിലും സർവേ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഡിസ്ക്വാളിഫൈ ആയി സർവേ നമ്മൾ മാക്സിമം എല്ലാ സർവേ അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ചില സർവേ ഒക്കെ നമുക്ക് ഡിസ്ക്വാളിഫൈ ആവും. അവരുദ്ദേശിക്കുന്ന തരത്തിലുള്ള പ്രൊഫൈലല്ല നമ്മുടെ എങ്കിൽ അവർ നമ്മളെ ഡിസ്ക്വാളിഫൈ ചെയ്യും. എന്നാലും നമുക്ക് കുഴപ്പമില്ല, നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർവേ ഒക്കെ കിട്ടും. പിന്നെ നമുക്ക് ഡെയിലി നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന വേറൊരു സിമ്പിളായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഡെയിലി പോളെന്നും പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ എല്ലാ ദിവസവും ഇതിനകത്ത് അപ്ഡേറ്റ് ആവും. അപ്പോൾ ഇത് 7 സെൻറ്റാണ് നമുക്കിതിന് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു സംഭവം ചെയ്യാൻ പറ്റും. ഇതിനകത്ത് അവരെന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന് നമ്മൾ ഏത് ആൻസർ സെലക്ട് ചെയ്താലും അതിൻ്റെ ആ ഒരു 7 സെൻറ്റ് നമുക്ക് കൃത്യമായിട്ട് തന്നെ കിട്ടും. അത് ദിവസവും നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഡെയിലി ചെയ്ത് ആ ഒരു 7 സെൻറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതന്നെ. നമ്മൾ ഏത് ഓപ്ഷൻ എടുത്താലും നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഒരു 7 സെൻറ്റ് തരും. അപ്പോൾ അത് നമ്മൾ കളയാതെ എടുക്കുക. പിന്നെ ബാക്ക് ടു വേണമെന്ന് പറഞ്ഞ് ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും പഴയ പേജിലോട്ട് വരും. അപ്പോൾ ഇവിടെ കണ്ടൻറ് ഉണ്ട്. കണ്ടൻറ് എന്ന് പറഞ്ഞ ഭാഗത്ത് 3 ഓപ്ഷൻസാണുള്ളത്. ക്ലിക്സ് ഉണ്ട്, എൻഗേജ് ഉണ്ട്, പുഷ് ക്ലിക്സ് ഉണ്ട്. ഇപ്പോൾ ക്ലിക്സ് എന്ന് പറഞ്ഞ ഭാഗത്ത് ആഡ്സ് ആണ് വരുന്നത്. അപ്പോൾ ഇതിലത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇതുപോലെ ആഡ് ഇപ്പോൾ ഒരു ആഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് 5 സെക്കൻഡിൻ്റെ ആഡാണ്. അപ്പോൾ ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ 1 സെൻറ്റാണ് കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ 2,415 ഉണ്ട്. അപ്പം ഞാൻ ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുവാണ്. അപ്പോൾ 5 സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്യണം. അവർ പറയുന്ന ആ ഒരു സെക്കൻഡ് നമ്മൾ ആ ഒരു പേജിൽ നിൽക്കണം. അത് ഇതിനകത്തുള്ള ഒരു പേജിലോട്ട് തന്നെയാണ് പോകുന്നത്, അല്ല വേറെ ആഡ്സ് ഒന്നും ആയിരിക്കത്തില്ല. 2,15 എന്നുള്ളത് ഇപ്പോൾ 2,415 ഇപ്പോൾ 2,416 അപ്പോൾ ഇപ്പം തന്നെ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നമുക്ക് എമൗണ്ട് കയറിയിട്ടുണ്ട്. പിന്നെ എൻഗേജ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവർ ഓരോ കാര്യങ്ങൾ തരും. നമുക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഒരു പേജ് ലൈക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനത്തെ സിമ്പിൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാം. അതുപോലെ തന്നെ പുഷ് ക്ലിക്സ് എന്നുള്ള ഭാഗത്ത് ഗെറ്റ് പുഷ് ക്ലിക്ക് എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗം കണ്ടു. ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ എന്തെങ്കിലും ഒരു ലിങ്കിലോട്ടൊക്കെ നമ്മൾ പോവും. ആ ഒരു ലിങ്കിൽ നിന്ന് പിന്നെ നമ്മൾ ബാക്ക് അടിച്ച് വരുമ്പോൾ നമുക്ക് ഒരു 2 സെൻറ്റൊക്കെ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് കയറുന്നതായിരിക്കും. പിന്നെ അടുത്തുള്ളത് ടാസ്കുകളാണ്. അപ്പോൾ ഈ ഒരു ടാസ്ക് ഓഫറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും 3 ഓപ്ഷൻ വരും. അപ്പോൾ അതിനകത്ത് ടാസ്ക് എന്ന് പറഞ്ഞുള്ള ഓപ്ഷനിൽ തന്നെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ ടാസ്കുകൾ വരും.
ഇന്നെന്തോ ഒരു ചെറിയ ബഗ് ഉണ്ടെന്ന് തോന്നുന്നു. സാധാരണ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ടാസ്കുകളൊക്കെ വരുന്നതാണ്. പക്ഷെ ഇന്നെന്തോ ഒരു ബഗ്ഗോ എന്തോ കാര്യമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് വർക്ക് അവൈലബിൾ അല്ലെന്ന് തോന്നുന്നു കേട്ടോ. സാധാരണ ഇതിനകത്ത് ഫുൾ ടൈം വർക്കുള്ളൊരു സൈറ്റാണ്. എപ്പം നമ്മൾ ക്ലിക്ക് ചെയ്താലും ഒരുപാട് വർക്കുകൾ അവൈലബിൾ ആവുന്നതാണ്. ഒന്നുകിൽ എൻ്റെ നെറ്റിൻ്റെ ഇഷ്യൂ ആയിരിക്കണം, അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും അപ്ഡേറ്റ് വരുന്നതിൻ്റെ ബഗ്ഗായിരിക്കും. റെഫർ എന്നുള്ള ഓപ്ഷനിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴായിട്ട് പ്രത്യേകിച്ചൊന്നും കാണാനില്ല. നമ്മുടെ ലിങ്കാണ് അവിടെ വരുന്നത്. നമ്മുടെ ഈ ഒരു സൈറ്റിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന റെഫറൽ ലിങ്കാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഈ ഒരു റെഫർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓഫർ വാൾ എന്നുള്ള സെക്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഇതുപോലെ കുറേ അധികം കമ്പനീസ് ഉണ്ട്. അപ്പോൾ ഇത് ഓരോന്നും നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓരോന്നിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓഫർ ആയിരിക്കും തരുന്നതും. ഓഫർ എന്ന് പറയുമ്പോൾ നമ്മൾ ഓഫർ എന്ന് പറയുമ്പോൾ നമുക്ക് ആപ്പ് ഇൻസ്റ്റാളേഷനാണ്. ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ യൂസ് ചെയ്യണം. അതായത് ചിലപ്പം ഗെയിംസ് ആയിരിക്കും, ചിലപ്പോൾ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള മറ്റെന്തെങ്കിലും ആപ്ലിക്കേഷൻസൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഓരോന്നും നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ആപ്പുകളൊക്കെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ അവർ പറയുന്ന ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുക. കൂടുതലും ഗെയിംസൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടായിരിക്കണം ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. അവർ തന്നെ ക്രൈറ്റീരിയ തന്നെ പറയുന്നുണ്ടായിരിക്കും നമ്മളിത് നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരായിരിക്കണം എന്നവർ പറയുന്നുണ്ട്. നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന അല്ലാന്നുണ്ടെങ്കിൽ അവർക്കത് അറിയാൻ പറ്റും. നമ്മൾ നേരത്തെ രജിസ്റ്ററൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കിത് അറിയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു എമൗണ്ട് കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും യൂസ് ചെയ്യാത്ത ആപ്ലിക്കേഷൻസൊക്കെ സെലക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുക. പിന്നുള്ള കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ചില ആപ്ലിക്കേഷൻസിനൊക്കെ $4 $5 അവർ തരും. പക്ഷേ അതിന് വരുന്ന ക്രൈറ്റീരിയ ഒക്കെ നല്ല ക്രൈറ്റീരിയ ആയിരിക്കും. ചിലപ്പം ഗെയിംസൊക്കെ ആയിരിക്കും അത്രയും ഹയസ്റ്റ് എമൗണ്ട് തരുന്നതും. ഗെയിംസിനാണ് കൂടുതൽ ഹയസ്റ്റ് എമൗണ്ട് ഇവർ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഗെയിംസിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1000 ലെവലൊക്കെ ആയിരിക്കും മിക്കവാറും എല്ലാത്തിനും വരുന്നത്. അപ്പോൾ 1000 ലെവലൊക്കെ 30 ഡേ കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. ചെറിയ എമൗണ്ടിൻ്റെയൊക്കെ ആണെങ്കിൽ അതൊക്കെ ഈസി ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ഈ ഒരു ബിറ്റ് ലാബ്സിൻ്റെ ഒക്കെ നിങ്ങൾ ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. ബിറ്റ് ലാബ്സൊക്കെ നമ്മൾ ചെയ്താലും ചില സമയത്ത് നമുക്ക് എമൗണ്ട് കിട്ടത്തില്ല. ലൂട്ടബിളി ഒക്കെയാണെങ്കിൽ മിക്കവാറും നമുക്ക് പബ് സ്കെയിൽ ലൂട്ടബിളി ഇതൊക്കെ പിന്നെ നമുക്ക് എമൗണ്ട് കിട്ടുന്നതാണ്. പക്ഷേ ഈ ഒരു ബിറ്റ് ലാബ്സിൻ്റെ ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എൻ്റെ സജഷനാണ്. അതോ എനിക്കിനി വല്ല ബഗ്ഗായിട്ട് കിടന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് കയറിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ബിറ്റ് ലാബ്സിൻ്റെ ചെയ്യാനായിട്ട് ഞാൻ ആർക്കും സജസ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എമൗണ്ട്. നമ്മളെപ്പോൾ ഏത് ഓഫർ ചെയ്താലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് അതിനകത്തൊന്ന് കയറി നോക്കുന്നത് നല്ലതാണ്. അത് അപ്ഡേറ്റ് ആവുന്നുണ്ടോ, നമ്മൾ ചെയ്യുന്നതിൻ്റെ അപ്ഡേറ്റ് ആവുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കുന്നത് നല്ലതാണ് കേട്ടോ. ഒരു അപ്ഡേറ്റും ഒരു അനക്കവും ഇല്ലാതെ കിടക്കുവാണെങ്കിൽ നമ്മളത് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഇത്രയൊക്കെ രീതിയിലാണ് നമുക്കതിനകത്ത് ഏൺ ചെയ്യാൻ പറ്റുന്നത്. ഇനി ഈ ഒരു 3 ബാറിൽ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേറെ കുറച്ച് ഓപ്ഷൻസൊക്കെ കിട്ടും. ഇതിനകത്ത് സെറ്റിങ്സും എന്നുള്ളൊരു ഭാഗമുണ്ട്. ആ ഒരു സെറ്റിങ്സിലാണ് നമ്മുടെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ഈ ഒരു പ്രൊഫൈൽ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഫൈലാണ് വരുന്നത്. നമ്മൾ ഇതിനകത്ത് കൊടുത്തേക്കുന്ന പ്രൊഫൈലിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നമ്മൾ അവിടെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ചേഞ്ച് പാസ്വേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പാസ്വേഡ് മാറ്റണമെങ്കിൽ പാസ്വേഡ് മാറ്റാം. നിങ്ങൾക്ക് ചേഞ്ച് ഇമെയിൽ എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങളുടെ നിങ്ങളിപ്പം കൊടുത്തേക്കുന്ന ഇമെയിൽ മാറ്റണമെങ്കിൽ മാറ്റാം. പിന്നെ ഇവിടെ നോട്ടിഫിക്കേഷൻസൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ പിന്നെ യൂസർ നെയിം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. പേയ്മെൻറ്റ് മെത്തേഡ് ഇവിടെയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ പ്രൊഫൈൽ പിക്ചർ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ ID ഒന്ന് വെരിഫൈ ചെയ്തേക്കണം കേട്ടോ, അത് മസ്റ്റായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ഒരു $5 ആകുമ്പോഴത്തേക്ക് നമുക്ക് ID ഒന്ന് വെരിഫൈ ചെയ്ത് കൊടുക്കണം. ID വെരിഫൈ ചെയ്താലേ നമുക്ക് പേയ്മെൻറ്റ് റിസീവ് ആക്കാൻ പറ്റൂ. അതായത് നമുക്ക് പേയ്മെൻറ്റ് ആവുന്ന സമയത്ത് പേ ഔട്ട് കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ ID ഒന്ന് വെരിഫൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. അവർ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്താൽ മതി. ഞാനിതുവരെ വെരിഫൈ ചെയ്തിട്ടില്ല. $5 ആയിക്കഴിഞ്ഞാലേ നമുക്കത് ചെയ്യാൻ പറ്റൂ. പിന്നെ പേയ്മെൻറ്റ് മെത്തേഡാണ്. പേയ്മെൻറ്റ് മെത്തേഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ നമ്മുടെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ. ഞാനിവിടെ ബാങ്ക് ഡീറ്റെയിൽസാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ അപ്പം ഞാനിവിടെ എൻ്റെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ
ഇവിടെ ഇത് കണ്ടോ, ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഏത് പേയ്മെൻ്റ് ആണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു പേയ്മെൻറ്റ് ഇവിടെ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ താഴോട്ട് കൊടുക്കേണ്ട ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ബാങ്ക് വേണമെങ്കിലും വെക്കാം. ഞാൻ ബാങ്കാണ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ താഴോട്ട് സ്ക്രോൾ ചെയ്താൽ എൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് വരും, അതുകൊണ്ടാണ് താഴോട്ട് സ്ക്രോൾ ചെയ്യാത്തത്. അപ്പം നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ബാങ്ക് ഡയറക്റ്റായിട്ട് ബാങ്ക് വെക്കണമെങ്കിൽ ബാങ്ക് വെക്കാം, അതല്ല പേയ്പാലോ അങ്ങനെ എന്തെങ്കിലും വെക്കണമെങ്കിൽ അത് എന്താണോ നിങ്ങളുടെ സൗകര്യം അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെയാണ് ഇതിനകത്ത് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു സൈറ്റിനകത്ത് വർക്ക് ചെയ്യേണ്ടതും ഏൺ ചെയ്യേണ്ടതും സകല ഡീറ്റെയിൽസും പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റും. ഒരുപാട് ആളുകൾ നല്ല രീതിയിൽ ഏൺ ചെയ്യുന്ന ഒരു സൈറ്റാണിത്. അപ്പം ട്രസ്റ്റബിളാണ്, നമുക്ക് യാതൊരു പ്രശ്നങ്ങളും വരത്തില്ല. നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസൊക്കെ കൊടുക്കുന്നതുകൊണ്ടൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഞാനൊക്കെ എൻ്റെ ബാങ്ക് ഡീറ്റെയിൽസാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് ഏൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും ഈ ഒരു സൈറ്റിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ കൂടെ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷനും കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന ഇതുപോലത്തെ നല്ല നല്ല ജോബ്സുകളൊക്കെ നിങ്ങൾക്ക് വേഗം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ മാക്സിമം ഈ ഒരു ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ മെയിനായിട്ടും സ്റ്റുഡൻസിനും അതുപോലെ തന്നെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ എന്തെങ്കിലും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് തന്നെ. ഞാനും ബിഗിനറാണ് ഈ ഒരു ഓൺലൈൻ ജോബ്സിലൊക്കെ. ഞാനും ഇതൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്കും എന്നെപ്പോലെ തന്നെ ഈ ഒരു ചാനൽ കണ്ടുകൊണ്ട് ഒരു ബിഗിനറായിട്ട് തന്നെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ബിഗിനറായിട്ടുള്ള ആളുകൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരുന്നത്, എങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻസ് ഒക്കെ വരും, അതെല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഞാനിപ്പം ഓരോ വീഡിയോയും ചെയ്യുന്നതിന് മുമ്പേ, ഓരോ സൈറ്റും അല്ലെങ്കിൽ ഓരോ ആപ്ലിക്കേഷനും ചെയ്യുന്നതിന് മുമ്പേ സ്വയമായിട്ട് അതിൽ വർക്ക് ചെയ്തിട്ട് ഏണിങ്സ് കിട്ടുന്നുണ്ടോ എന്നൊക്കെ നല്ല രീതിയിൽ നമ്മളതിനെക്കുറിച്ച് പഠിച്ചിട്ടും അതുപോലെ തന്നെ മറ്റുള്ള സോഴ്സുകളിൽ നിന്ന് ഇതിനെക്കുറിച്ച് മാക്സിമം ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തിട്ട് നമുക്ക് ട്രസ്റ്റബിൾ ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രമാണ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ട്രസ്റ്റബിളായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമൊക്കെ ഏൺ ചെയ്യാനായിട്ട് തുടങ്ങിയത് യൂട്യൂബ് ചാനൽ ഇടണമെന്നൊന്നും വിചാരിച്ചതല്ല. പക്ഷേ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഞാൻ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, അത് ആർക്കെങ്കിലും ഒന്ന് ഷെയറിങ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ എന്നെപ്പോലെ ആർക്കെങ്കിലുമൊക്കെ അത് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു ചാനൽ മെയിനായിട്ട് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ അറിയാമെങ്കിൽ എന്തായാലും സ്റ്റുഡൻസിനെയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ സ്റ്റുഡൻസിനും അതുപോലെ തന്നെ എന്താ പറയുന്നത്, വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കൊക്കെ യൂസ്ഫുൾ ആകുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇതുപോലത്തെ വീഡിയോസ് ഡെയിലി അതാണ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഒരു ചാനൽ കൂടെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വിശ്വസിച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എപ്പോഴും ഫ്രീ ആയിട്ടുള്ള ജോബ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ ഒരു കാരണവശാലും ഒരു സൈറ്റിലും ഒരു ആപ്ലിക്കേഷനിലും നിങ്ങൾ പോയി എമൗണ്ട് പേ അങ്ങോട്ട് കൊടുത്തിട്ട് ഒരു സൈറ്റിലും ഒരു ആപ്ലിക്കേഷനിലും വർക്ക് ചെയ്യാനായിട്ട് നിൽക്കരുത്. അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങളുടെ പൈസ നഷ്ടത്തിലേക്ക് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരിക്കലും നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് അത് യൂസ്ഫുൾ ആവത്തില്ല. അപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സും ഒക്കെ ഇതുപോലത്തെ ആപ്സും സൈറ്റുകളും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ പൈസ കിട്ടുമെന്ന് കരുതിയിട്ട് അങ്ങോട്ട് പൈസ കൊടുത്ത് ഒരു വർക്കും ചെയ്യരുത്. ഇതുപോലത്തെ നിങ്ങൾ സിമ്പിളായിട്ടുള്ള വർക്കുകളൊക്കെ പ്രൊവൈഡ് ചെയ്തു തരുന്ന ഒരുപാട് യൂട്യൂബ് ചാനലുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ മാത്രം നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇതൊരു സജഷനായിട്ട് പറഞ്ഞതാണ്. ഇപ്പോൾ ഈ ഒരു 2-3 ദിവസമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നതുകൊണ്ട് ഒരു സജഷനായിട്ട് നമ്മൾ ഇതുപോലത്തെ കാര്യം ഷെയർ ചെയ്യുന്ന ആളായതുകൊണ്ട് സജഷനായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേഗം തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.